മണി വരെ കിടന്നുറങ്ങിയതിന്റെ ക്ഷീണാണ് നിങ്ങൾ എന്റെ മുഖത്ത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ദുബായിൽ പോവാണ് കേട്ടോ. അപ്പോൾ എന്നെ എണീപ്പിച്ചത് ഇത്താത്തയാണ്. വാ നമുക്ക് ദുബായിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് എന്നെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എണീറ്റ് കുളിച്ച് റെഡിയായി കുട്ടാപ്പി ആയിട്ട് നമ്മുടെ റസാന നഴ്സറിന്ന് ആദ്യം തന്നെ എടുത്തു കേട്ടോ. അവൻ ആകെ കരഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെയൊക്കെ കൂടി കണ്ടപ്പോഴാണ് പുള്ളി ഒന്ന് ഹാപ്പി ആയത്. അബുദാബിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ദുബായ് കാണാൻ പോകുന്നത്. അതും നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെയാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ എണീറ്റ് പറഞ്ഞതാണ് ദുബായിൽ പോവാന്ന്. അങ്ങനെ നമ്മൾ പുറപ്പെട്ടതാണ്. അലിയന്റെ വണ്ടിയിൽ ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇത്താത്താടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. ദുബായിൽ എനിക്ക് ആകെ അറിയുന്നതും അതുപോലെ തന്നെ കാണാനും ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ ബുർജ് ഖലീഫയാണ്. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇത്താത്ത പറഞ്ഞത് ആ കാണുന്നതാണ് ബുർജ് ഖലീഫ. അകലേന്ന് അത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ അതിനെ നോക്കിയിരിക്കാൻ തുടങ്ങിയതാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഈ വ്ളോഗിന്റെ പാർട്ട് 2 കണ്ടാൽ മതി കേട്ടോ.